ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിൽ ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഏക് പേഡ് മാ കെ നാം 2.0 ക്യാമ്പയിനിന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. കസാഖിസ്ഥാനുമായി രാഷ്ട്രീയം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒപ്പുവച്ചു. സുസ്ഥിര പ്രകൃതി സൌഹൃദ വികസനമാണ് കേരളത്തിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറഫ സംഗമത്തിൽ പങ്കെടുത്ത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഇസ്ലാം മതവിശ്വാസികൾ. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മു കാശ്മീരിൽ ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള USBRL പദ്ധതി 44,000 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ നിരവധി തുരങ്കങ്ങളും പാലങ്ങളും ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് ബ്രിഡ്ജും ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലമായ അഞ്ചി ബ്രിഡ്ജും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കത്ര ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫും ശ്രീ മാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഓരോ പ്രവൃത്തിയും പ്രധാനമാണെന്നും ഭാവി തലമുറകൾക്കായി കൂടുതൽ ഹരിതാഭമായ ഭൂമിയെ സൃഷ്ടിക്കാൻ കൂട്ടായ പ്രവർത്തനം സഹായിക്കുമെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭൂമിയെ സംരക്ഷിക്കുന്നതിനും സമകാലിക വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക പരിസ്ഥിതി ദിന സന്ദേശത്തിൽ പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥലി പാർക്കിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാർത്ഥം ന്യൂഡൽഹിയിലെ വസതിയിലും വൃക്ഷത്തൈ നട്ടു. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏക് പേഡ് മാ കെ നാം 2.0 ക്യാമ്പയിനിന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. 2070 ആകുമ്പോഴേക്കും കാർബൺ ബഹിർഗമനം നെറ്റ് സീറോ ആക്കുക എന്ന ആശയം വിഭാവനം ചെയ്യാൻ ഭാവി തലമുറയെ സജ്ജമാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്ലാസ്റ്റിക് ഉപയോഗം അടിയന്തരമായി നിയന്ത്രിക്കണമെന്നും ഇതിനായി സുസ്ഥിര വികസന രീതികൾ സ്വീകരിക്കണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. हमें पेड़ से ही ऑक्सीजन मिलता है. मनुष्य को जिंदा रखने के लिए, जीव जंतु को जिंदा रखने के लिए ऑक्सीजन बहुत ही अत्यंत आवश्यक की चीज है. तो भारत दुनिया की प्रदूषणकारी देशों में नहीं है. हमारी कार्बन एमिशन डिजायरेबल लिमिट के काफी नीचे है. उसके बावजूद भारत ने प्रतिज्ञा किया है 2070 तक हम भारत में 0 कार्बन एमिशन करेंगे. ദാരിദ്ര്യത്തിൽ നിന്നും ജനങ്ങളെ കരകയറ്റുന്നതിനും ശാക്തീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമായി സർക്കാർ സ്വീകരിച്ച നടപടികൾ എടുത്തുപറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA സർക്കാർ 11 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ സമൂഹമാധ്യമ പോസ്റ്റിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പങ്കുവച്ചത്. PM ആവാസ് യോജന, PM ഉജ്ജ്വല യോജന, ജൻധൻ യോജന, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ സംരംഭങ്ങൾ ഭവന നിർമ്മാണം, പാചക ഇന്ധനം, ബാങ്കിംഗ്, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നതായി അദ്ദേഹം പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കസാഖിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുറാദ് നർട്ട്ലുവുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയിൽ ശ്രീ ജയശങ്കർ ഒപ്പുവച്ചു. രാഷ്ട്രീയം, വ്യാപാരം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഭീകരതയ്ക്കെതിരെയുള്ള നർട്ട്ലുവിന്റെ ശക്തമായ നിലപാടിനെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ ഭാഗമായി പഞ്ചാബിലെ രാജ്പുരയിൽ നടന്ന കിസാൻ ചൌപാൽ പരിപാടിയിൽ കർഷകരുമായി സംവദിച്ച് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. VKSAയുടെ കീഴിൽ ശാസ്ത്രജ്ഞർ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് മണ്ണ്, പരിസ്ഥിതി സംബന്ധമായ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് ശ്രീ ചൌഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭത്തോടെ കർഷകരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി നിയോഗിച്ച 5 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി.
ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും US കോൺഗ്രസിലെ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ തടയാൻ പാകിസ്ഥാൻ ആത്മാർത്ഥ ശ്രമങ്ങൾ നടത്താത്ത പക്ഷം ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ലെന്നും ശ്രീ തരൂർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി. RCB മാനേജ്മെന്റ്, BCCI, ഇവന്റ് മാനേജ്മെന്റ് ടീം എന്നിവയ്ക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുറ്റകരമായ അനാസ്ഥയാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെടുന്നത്. ഹൈക്കോടതി സംസ്ഥാന സർക്കാരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജൂൺ 10 ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജികൾ കോടതി പരിഗണിക്കും. സുസ്ഥിര പ്രകൃതി സൗഹൃദ വികസനമാണ് കേരളത്തിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിസ്ഥിതി ദിനത്തിൽ ലോകത്താകമാനമുണ്ടാകുന്ന ചർച്ചകൾക്ക് തുടർച്ചയുണ്ടാകണമെന്നാണ് സർക്കാർ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി മിത്രം പുരസ്കാര സമർപ്പണവും പ്ലാസ്റ്റിക് ലഘൂകൃത ജീവിതശൈലി ക്യാമ്പയിൻ ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2050 നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള നടപടികളുമായി കേരളം മുന്നോട്ടു പോവുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. 2050 നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് നമ്മുടെ സംസ്ഥാനം ശ്രമിക്കുന്നത്. അതിനുതകും വിധമുള്ള നടപടികൾ നാം സ്വീകരിക്കുന്നുമുണ്ട്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ജമ്മുകശ്മീരിലെ 32 സ്ഥലങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തി. പുൽവാമ, കുൽഗാം, ഷോപ്പിയാൻ, ബാരാമുള്ള, കുപ്വാര ജില്ലകളിലാണ് റെയ്ഡ് നടന്നത്. ഭീകരവാദ ഗൂഢാലോചന കേസിൽ വിവിധ ഭീകര സംഘടനകളെ സഹായിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുലർച്ചെ മുതൽ NIA തിരച്ചിൽ നടത്തിയത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ സംഗമത്തിന്റെ ഭാഗമായതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് സൂരി അറിയിച്ചു. സുരക്ഷിതവും ഭക്തി നിർഭരവുമായി തീർത്ഥാടനത്തിന് സൗകര്യമൊരുക്കിയതിന് സൗദി അറേബ്യയ്ക്കും ഹജ്ജ് ഉംറ മന്ത്രാലയത്തിനും മറ്റ് വകുപ്പുകൾക്കും ഇന്ത്യൻ സ്ഥാനപതി നന്ദി അറിയിച്ചു. കേരളത്തിൽ ബലിപെരുന്നാൾ ശനിയാഴ്ച. നാളെ നിശ്ചയിച്ചിരുന്ന ബക്രീദ് അവധി മറ്റന്നാളത്തേക്ക് മാറ്റി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തെ കേന്ദ്ര ജീവനക്കാരുടെ ബക്രീദ് അവധിയും മറ്റന്നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പ്രവൃത്തി ദിവസമായിരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഈ മാസം 19 വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23 നടക്കും. കേരളത്തിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച വിജ്ഞാപനത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ട്രോളിംഗ് നിരോധന കാലയളവിൽ സൗജന്യ റേഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം മാറ്റിവെക്കാൻ പറ്റില്ലെന്ന് അറിയിച്ചതുകൊണ്ടാണ് കൃഷിമന്ത്രി എത്താത്തത് എന്നും രാജ്യത്തിന്റെ അടയാളമായതിനാലാണ് ചിത്രം മാറ്റാൻ കഴിയാത്തതെന്നും ഗവർണർ പറഞ്ഞു. ഭരണഘടനയ്ക്ക് യോജിക്കാത്ത തരത്തിലുള്ള സമീപനം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു കൃഷിമന്ത്രി P. പ്രസാദിന്റെ പ്രതികരണം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. ആദ്യ സെമിയിൽ ബെലാറസിന്റെ അരീന സബലെങ്ക പോളിഷ് താരം ഇഗ ഷ്യാംടെക്കിനെ നേരിടുകയാണ്. ഫ്രാൻസിന്റെ ലോയ്സ് ബോയ്സണും ലോക 2ാം നമ്പർ താരമായ US-ന്റെ കോക്കോ ഗൌഫുമായുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. പുരുഷ സിംഗിൾസിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകശ്മീരിൽ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഏക് പേഡ് മാ കെ നാം 2.0 ക്യാമ്പയിനിന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. കസാഖിസ്ഥാനുമായി രാഷ്ട്രീയം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഒപ്പുവച്ചു. സുസ്ഥിര പ്രകൃതി സൗഹൃദ വികസനമാണ് കേരളത്തിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറഫ സംഗമത്തിൽ പങ്കെടുത്ത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഇസ്ലാം മത വിശ്വാസികൾ. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.